ഈ ചാണകത്തിൽ നിന്ന് ബയോ CNG വാഹനങ്ങളുടെ ഇന്ധനമായിട്ട് ഉപയോഗിക്കത്തക്ക രീതിയിൽ അത്തരത്തിൽ ചില സാധ്യതകളെ കുറിച്ചൊക്കെ പറഞ്ഞു കേൾക്കുന്നു. എന്താണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ കഴിയുന്നത്? ഇപ്പോൾ ചാണകത്തിൽ നിന്ന് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ചാണകത്തിൽ നിന്ന് ഒരു ഇന്ധന രൂപത്തിലുള്ള വാതകം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് അല്ലേ? അപ്പോൾ അതിനെ കുറച്ചുകൂടി ഒന്ന് പ്രോസസ്സ് ചെയ്ത് അത് CNG ആക്കി മാറ്റി നമുക്ക് വാഹനങ്ങളിലോ അല്ലെങ്കിൽ അത് ആവശ്യമുള്ള മറ്റ് സാധ്യതകളിലേക്കോ ഉപയോഗപ്പെടുത്താം. അതിന് വലിയ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ആ ഒരു സാധ്യത മാത്രമല്ല, അത് സാധ്യമാക്കിയിട്ടുമുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മുടെ സുസുക്കി എന്ന് പറയുന്ന ജപ്പാൻ കമ്പനി, നമ്മുടെ മാരുതി സുസുക്കി വാഹന നിർമ്മാതാക്കളാണ്. അവരും നമ്മളുമായിട്ട് സഹകരിച്ച്, ഇന്ത്യൻ സർക്കാരുമായിട്ട് സഹകരിച്ച് ഗുജറാത്തിൽ ഒരു പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഗുജറാത്തിലെ ബനാസ് അവിടെയുള്ള സുസുക്കി CNG പ്ലാന്റ്. CNG ബയോ CNG ആണ്. ബയോഗ്യാസ് എന്ന് പറയുന്ന പോലെ ബയോ CNG ആണ്. അപ്പോൾ ഇവിടെ ഏതാണ്ട് 88 ടൺ ചാണകമാണ് സംസ്കരിച്ചിട്ട് അവരുൽപ്പാദിപ്പിക്കുന്ന ബയോ CNGക്ക് കിലോ 80 രൂപ നിരക്കിൽ അവിടെ വിൽക്കുന്നുമുണ്ട്. അപ്പോൾ അത് പ്രകാരം അവിടെ ഒരു 600-700ഓളം വാഹനങ്ങൾ ഈ CNG ഉപയോഗിച്ച് അവിടെ സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു സാധ്യതയാണ്. കാര്യം 80 രൂപ നിരക്കിൽ CNG കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്രോൾ ഡീസലിൻ്റെ വിലയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു 20-25 രൂപയുടെ അന്തരമുണ്ട്. അപ്പോൾ അത് വലിയൊരു സാധ്യതയാണ്. അപ്പോൾ ഇത് വെറും തമാശയല്ല. ഇവർ പറയുന്ന കണക്ക് പ്രകാരം നമ്മുടെ വീട്ടിലൊരു 10 പശുക്കളുണ്ടെങ്കിൽ അത് വെച്ച് നമ്മുടെ ഒരു കാർ ഓടിക്കാം എന്നാണ് പറയുന്നത്. ഈ 10 പശുക്കൾ വയറിളകാതെയും കൂടി നോക്കണം. വയറിളായി കഴിഞ്ഞാൽ ആ ചാണകം എടുക്കുക വലിയ പ്രശ്നമാണല്ലോ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഇത് വെറും തമാശയല്ല. നമ്മുടെ സുസുക്കിയുമായിട്ട് സഹകരിച്ച് രാജ്യത്ത് 1000 ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ, 1000 പ്ലാന്റുകൾ സ്ഥാപിക്കാനായിട്ട് പദ്ധതി ഇടുന്നുണ്ട് രാജ്യം. കാരണം ഈ ചാണകം എന്ന് പറയുന്ന സാധനം, ഇത് ക്ഷീരകർഷകരുള്ള എല്ലായിടത്തും ചാണക ലഭ്യത ഉറപ്പാണ്. അപ്പോൾ അത് കൃത്യമായി അത് സംസ്കരിക്കുക. നമ്മുടെ നിലവിൽ നമ്മൾ പശു വളർത്തുന്നതിൽ എത്ര പേര് അവരുടെ ഈ ചാണകം മര്യാദക്ക് പ്രോസസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ള സംശയമാണ്. ഒന്നെങ്കിൽ ചാണകം അതേ രൂപത്തിലെടുത്ത് ഏതെങ്കിലും ചെടികളുടെ ചുവട്ടിലിടുക, അല്ലെങ്കിൽ വീടുകളോ പരിസരത്തോ അത് കുന്നുകൂട്ടി ഇടുക. അത് മഴയത്തൊക്കെ ആണെങ്കിൽ വെള്ളവും കൂടി ഇറങ്ങി ആകെ അകൃതമായി വല്ലാത്ത ദുർഗന്ധം ഉണ്ടാകും. ഒരു പരിധി വരെ അത് നമ്മൾ ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാകും. അപ്പോഴും ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് മര്യാദക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റാതെ അതും പ്രശ്നമൊക്കെ ഈ പല വീടുകളിലും ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കി അതിനെ ഉപേക്ഷിക്കുന്നത് അതിൻ്റെ വേസ്റ്റ് മര്യാദക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഇതിനൊക്കെ അൾട്ടിമേറ്റ് സൊല്യൂഷനാണ് ഈ വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ അവർ പറയുന്നത് ഇത് വെറും ഗ്യാസ് മാത്രമല്ല, അതായത് അവർ ക്ഷീരകർഷകരിൽ നിന്ന് ഈ ചാണകം അവർ വാങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ സൊസൈറ്റിയിൽ പാലളക്കാൻ പോകുന്നത് പോലെ കർഷകർ ചാണകവുമായിട്ട് ഈ പ്ലാന്റിലോട്ട് ചെല്ലണം. കിലോയ്ക്ക് 1 രൂപ നിരക്കിൽ ചാണകം അവർ വാങ്ങും. എന്നിട്ട് അവർക്ക് അതിനുള്ള പണവും കൊടുക്കും. അതിനുശേഷം ഇത് ഉപയോഗിച്ച് ഈ ഗ്യാസ് ഉൽപ്പാദനത്തിന് ശേഷം ഈ ചാണകം തന്നെ പ്രോസസ്സ് ചെയ്ത് വളമാക്കി കർഷകർക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അതിന് വില ഈടാക്കും. ഏതായാലും അതൊരു നല്ലൊരു വളവുമാണ്. കാര്യം ഇത് സ്ലറി രൂപത്തിലാക്കുക എന്ന് പറയുന്നത്, അതായത് ചാണകവും വെള്ളവും ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിനുശേഷം കിട്ടുന്ന ചാണകം ആ സ്ലറി രൂപത്തിൽ തന്നെ ആണെങ്കിൽ അത് ചെടികളിൽ ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റാണെന്നാണ് പറയുക. ചെടികൾക്ക് പെട്ടെന്ന് അത് വലിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അത് കൊണ്ടുപോകാനും കൈകാര്യം ചെയ്യാനും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ആ സ്ലറി രൂപത്തിലിരിക്കുന്ന ചാണകത്തിന് ദുർഗന്ധം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം വ്യവസായശാലകൾ അല്ലെങ്കിൽ സംസ്കരണശാലകൾ അതിനെല്ലാം കംപ്രസ് ചെയ്ത് ഖരരൂപത്തിൽ, ചിലപ്പോൾ കേക്കുകളുടെയൊക്കെ രൂപത്തിലായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ പൊടിയാക്കി കളയും. ജലാംശം തീരെ ഇല്ലാതാക്കി പൊടി രൂപത്തിലായിരിക്കും കിട്ടുക. ഏതായാലും അതിൻ്റെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ രീതി ഇനി എന്താണ് അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ ചാണകത്തിൽ നിന്ന് ബയോഗ്യാസ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് നമ്മുടെ നാട്ടിൻപുറത്തിൽ കുറച്ചൊക്കെ കണ്ട് ശീലിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് CNG ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യം ഈ ചാണകം അവിടെ സ്വീകരിക്കുന്നു, തുല്യ അളവിൽ വെള്ളം ചേർത്ത് അതിനെ സ്ലറിയാക്കുന്നു, ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് അതിനെ ഒരു ടാങ്കിലോട്ട് മാറ്റുന്നു. ഈ ടാങ്ക് സീൽ ചെയ്ത ടാങ്കാണ്. അതിൻ്റെ അകത്തുനിന്ന് ഒരു തരത്തിലുള്ള സാധനവും പുറത്തേക്ക് ചാടില്ല. അപ്പം അതിൻ്റെ അകത്ത് നിന്നിട്ട് നമ്മളെ ഈ ചാണകം പുളിച്ച ഒരവസ്ഥയിലെത്തുമ്പോൾ അതിൽ ഏതാണ്ട് 50 മുതൽ 60% വരെ അതിൽ മീഥൈൻ വാതകം എന്ന് പറഞ്ഞാൽ അത് കത്തുന്ന വാതകമാണ്. ഇപ്പം ഈ അവസ്ഥയിൽ ഈ ചില ടാങ്കുകളുടെയൊക്കെ ഇതേപോലെ ചാണകം കൂട്ടിരിക്കുന്ന ടാങ്കിൻ്റെ അവിടെ സിഗരറ്റൊക്കെ പോയി കത്തിക്കാൻ പോയാൽ ആളി പിടിക്കുന്നതൊക്കെ നമ്മൾ കാണും. അപ്പം അത് മീഥൈൻ വാതകത്തിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതേപോലുള്ള ഈ ടാങ്കിൽ 50 മുതൽ 60% വരെ മീഥൈൻ ഉണ്ടാകും. ഏതാണ്ട് 40% കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. മറ്റു ചില സംഗതികളും ഉണ്ടാകും.
അപ്പോൾ ഈ അവസ്ഥയിൽ അതിൽ നിന്ന് നമുക്ക് ബയോഗ്യാസ് എന്ന് പറയുന്ന സാധനം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പക്ഷേ ഈ ബയോഗ്യാസ് നമുക്ക് ഒരിക്കലും വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ വാഹനങ്ങളിലേക്ക് ഉപയോഗിക്കുന്ന അവസ്ഥയിലോട്ട് അതിനെ CNGയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അതിനെ നമ്മൾ സംസ്കരിക്കും, പ്യൂരിഫൈ ചെയ്യും. പ്യൂരിഫൈ ചെയ്തിട്ട് അതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കും. മറ്റ് ആവശ്യമില്ലാത്ത ഘടകങ്ങളുള്ള അതിനെയും നമ്മൾ ഒഴിവാക്കും. എന്നിട്ട് പിന്നെ കിട്ടുന്ന വാതകത്തിൽ ഏതാണ്ട് 90% മീഥൈൻ ഉള്ള അവസ്ഥയിലാവും. ഈ സാധനം CNGക്ക് തുല്യമാണ്. CNG അല്ല, നമ്മുടെ ബയോഗ്യാസ് തന്നെ, പക്ഷേ CNGക്ക് തുല്യമായ ഒരവസ്ഥയിലേക്ക് വരും. അതിനെ നമുക്ക് ബയോ CNG എന്ന പേരിൽ വാഹനങ്ങളിൽ ഉപയോഗിക്കാം. അപ്പോൾ ഈ ഉൽപ്പാദനത്തിന് ശേഷം ഇതിനെ കംപ്രസ് ചെയ്ത്, അതുകൊണ്ടാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ബയോ CNG എന്ന് കംപ്രസ് ചെയ്ത് അവസ്ഥയിലാക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നും, നമ്മുടെ പറമ്പുകളിലും മറ്റും ചാണകം കടന്നു കഴിഞ്ഞാൽ വല്ലാത്ത ദുർഗന്ധം ഉണ്ടാവും. ചിലർക്ക് അത് വലിയ അസ്വസ്ഥതയാണ്. ഇപ്പം പശു വളർത്തലുള്ള അല്ലെങ്കിൽ ഫാമുകൾ നടത്തുന്നവർക്ക് അത് മനസ്സിലാവും. കാര്യം അയൽവക്കത്തുള്ളവരൊക്കെ നിരന്തരം പരാതി പറയുന്നത് ഇതിൻ്റെ ദുർഗന്ധത്തിൻ്റെ പേരിലായിരിക്കാം. അപ്പോൾ ഇവിടെ ആ ദുർഗന്ധത്തിൻ്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. കാരണം ഈ കിട്ടുന്ന ചാണകം ഇവർ വെള്ളവും ചേർത്ത് സൂക്ഷിക്കുന്നത് ഒരു കൺസീൽഡ് ടാങ്കിലാണ്. അതിൽ നിന്നൊന്നും പുറത്തേക്ക് കടക്കില്ല. പിന്നെ ചാണകത്തിൽ നിന്ന് എങ്ങനെയാണ് ദുർഗന്ധം വരിക? അതായത് സാധാരണ നമ്മുടെ പൊതു ഇടത്ത് അല്ലെങ്കിൽ തുറന്ന അവസ്ഥയിൽ ചാണകം കിടക്കുമ്പോഴാണ് അതിന് ദുർഗന്ധം വരിക. കാര്യം വെറുതെ കിടക്കുന്ന ചാണകത്തിൽ നിന്ന് അമോണിയ, ഹൈഡ്രജൻ തുടങ്ങിയവയൊക്കെ പുറന്തള്ളും. അപ്പോൾ ഇതാണ് വലിയ രീതിയിൽ നമുക്ക് ദുർഗന്ധം അനുഭവപ്പെടുന്നത്, സ്മെല്ലുണ്ടാകും. പക്ഷേ ഇത് നമ്മൾ ഈ ടാങ്കിലോട്ട് മാറ്റിയിട്ട് അത് പൂർണ്ണമായും അത് കൺസീൽഡ് അവസ്ഥയിലായതുകൊണ്ട് അതിൽ നിന്ന് ദുർഗന്ധം വരില്ല എന്നാണ് പറയുന്നത്. കൂടാതെ ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഗ്യാസിനും യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ അങ്ങനെയും സംശയം തോന്നാമല്ലോ, ഈ ചാണകത്തിൽ നിന്നുണ്ടാക്കുന്ന ഗ്യാസ് വണ്ടികളിൽ ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാവും. അങ്ങനെയും പ്രശ്നമില്ല എന്ന് പറയും. ഇനി ഈ ബയോഗ്യാസ് എന്ന് പറയുന്നതിൽ, അതായത് ഈ ബയോഗ്യാസ് നിർമ്മിക്കുന്ന സമയത്ത് അതിൽ ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്നൊരു വാതകമുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ദുർഗന്ധം ഉണ്ടാകും. പക്ഷേ അതിൻ്റെയും സാധ്യത വളരെ കുറവാണ്. കാര്യം ഇതിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ആ പ്യൂരിഫയർ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ദുർഗന്ധവും ഒഴിവാക്കാൻ പര്യാപ്തമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ പറയുന്ന നമ്മൾ ബയോഗ്യാസ് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം അവശേഷിക്കുന്ന അവസ്ഥയുണ്ടല്ലോ, ആ കുഴമ്പ് രൂപത്തിലുള്ള അവസ്ഥയിലുള്ള ആ ചാണകം, അതും ഒരിക്കലും ദുർഗന്ധം ഉണ്ടാകില്ല. കാര്യം സാധാരണഗതിയിൽ ചാണകം കിടന്നാൽ അതിന് മണം ഉണ്ടാകും, അതിൽ ഈച്ചയൊക്കെ വന്ന് പൊതിയുന്ന അവസ്ഥയുണ്ടാകും. പക്ഷേ ഇവിടെ ആ പ്ലാന്റിൽ നിന്ന് പുറന്തള്ളുന്ന ആ ദ്രവരൂപത്തിലുള്ള അവസ്ഥയിലാണെങ്കിൽ അതിൽ ഈച്ച വരില്ല എന്നിവർ അവകാശപ്പെടുന്നുണ്ട്. പിന്നെ ഇതിൽ ഈ സോളിഡ് ലിക്വിഡ് സെപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇതിൻ്റെ ജലാംശം പൂർണ്ണമായിട്ട് കളഞ്ഞിട്ട് ഇതിനെ ഒരു വളത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഇത് രാജ്യം ഇപ്പോൾ സങ്കല്പിക്കുന്നത് ഒരു 1000 പ്ലാന്റുകൾ ഇത്തരത്തിൽ രാജ്യത്തുടനീളം സ്ഥാപിക്കണം എന്നാണ്. ഇവരുടെ ഒരു കണക്ക് പ്രകാരം 10 പശുക്കളുണ്ടെങ്കിൽ ആ 10 പശുക്കളുടെ ചാണകം ഒരു കാർ ഓടിക്കാൻ മതിയാകുന്ന തരത്തിലുള്ള ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ മതിയാകും എന്നും ഇവർ പറയുന്നു. പക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഇതിന് എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളത് സംശയമാണ്. ഒന്ന്, ചെറിയൊരു കോഴി ഫാം തുടങ്ങിയാൽ പോലും നമ്മുടെ നാട്ടുകാർ അതിനെ വെച്ച് ഉറപ്പിക്കില്ല. അപ്പോൾ ഇവരൊക്കെ ഈ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും ഈ ചാണകത്തിൽ നിന്ന് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് സുരക്ഷിതമാണ്, ദുർഗന്ധമുണ്ടാകില്ല എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും അത് എത്രത്തോളം അത് സാധ്യമാണ് നമുക്ക് ഉറപ്പ് പറയാനൊക്കില്ല. ചിലപ്പോൾ ദുർഗന്ധമുണ്ടാകാം, നമുക്ക് 100% ഗ്യാരണ്ടി ഒന്നും പറയത്തില്ല. പക്ഷെ കേരളത്തിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആദ്യം വരുന്നത് അവിടെ സമരമായിരിക്കും. അപ്പോൾ കേരളത്തിൽ ഇത് ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം, പ്രത്യേകിച്ച് ഇതായതുകൊണ്ട്. എന്നാൽ മറ്റെവിടെയെങ്കിലും ഓൾറെഡി ഉണ്ട്. അല്ല, ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ക്ഷീര കർഷകരായിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പാല് വരുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അവിടെ വൻതോതിൽ പശുക്കളെ വളർത്തുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. വലിയ വലിയ പ്ലാന്റുകൾ അല്ലെങ്കിൽ ഫാമുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അത്തരം പ്ലാന്റുകളെ സംയോജിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി അത് തന്നെയാണ്. ഈ ചാണകം കളക്ട് ചെയ്യാനായിട്ടൊരു ശൃംഖല വേണം. പിന്നെ ഈ പ്ലാന്റ് സ്ഥാപിക്കുക ഒരു മുതൽ മുടക്ക് വേണം. പിന്നെ ഇതിൻ്റെ ഒരു ശേഖരണ ശൃംഖല സൃഷ്ടിച്ചെടുക്കുക വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെ ഒരു ശൃംഖല ഉണ്ടായില്ലെങ്കിൽ ഇത് മൊത്തത്തിൽ പാളും, ഉൽപ്പാദനം തന്നെ നിലയ്ക്കുന്ന അവസ്ഥയുണ്ടാകും. ഈ വേസ്റ്റ് ഈ രീതിയിൽ അല്ലെങ്കിൽ ഈ ചാണകം ഈ രീതിയിൽ വരിക എന്നുള്ളതും പ്രധാനമാണ്. അപ്പോൾ ഈ ചാണകത്തിൽ നിന്ന് എന്തുകൊണ്ട് രാജ്യം ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ സമീപകാലത്തുണ്ടായ സംഭവ വികാസങ്ങൾ ഇതിന് വലിയൊരു കാരണമാണ്. നമുക്കറിയാമല്ലോ, ഇന്ധന പ്രതിസന്ധി. നമ്മുടെ ഇന്ധനത്തിൻ്റെ ഭൂരിഭാഗം, അതായത് 90% നമുക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചേ പറ്റൂ. അപ്പോൾ ബദൽ സാധ്യതകൾ തേടുക എന്നുള്ള നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ പെട്രോളിൽ കലർത്തുന്ന എഥനോൾ
അതേപോലെ തന്നെ മറ്റൊരു സാധ്യത എന്ന രീതിയിലാണ് ഇത്തരം ചാണകമെങ്കിൽ ചാണകം അതിൽ നിന്ന് എന്ത് കിട്ടും എന്ന് നോക്കുന്നത്.